നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്കലോനിക്ക് ഇംഗ്ലണ്ടിൽ നിന്നൊരു ശുഭവാർത്ത. അർജൻറ്റീന ആരാധകർക്കൊരു ശുഭവാർത്ത. സൂപ്പർ താരം മടങ്ങിയെത്തുന്നു. അപ്പോൾ അർജൻറ്റീന ആരാധകർക്ക് ശുഭവാർത്ത എന്ന് കേട്ട് ഇനിയിപ്പോൾ ആരും ഹാലിളകി വരണ്ട. നേരത്തെ അങ്ങനെ ടൈറ്റിലൊക്കെ വെച്ചപ്പോൾ കുറേ ആളുകൾക്ക് അതത്ര ദഹിച്ചിരുന്നില്ല. വീണ്ടും പറയുന്നു, ഇത് അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സിൻ്റെ ടൈറ്റിലാണ് ശുഭവാർത്ത. ഗുഡ് ന്യൂസ് ഫ്രം ഇംഗ്ലണ്ടിൽ നിന്ന് അർജൻറ്റീനക്കൊരു ശുഭവാർത്ത. ഇനിയിപ്പോൾ TYC സ്പോർട്സ് എന്നോ അർജൻറ്റീന എന്നോ കേട്ടാൽ ഹാലിളകുന്ന കുറച്ച് പേരുണ്ട്. അതങ്ങനെ ഹാലിളകിയിരിക്കുകയുള്ളൂ. കാര്യങ്ങളിപ്പോൾ എല്ലാവർക്കും വ്യക്തമാവുന്നുണ്ടല്ലോ. ഏതായാലും TYC സ്പോർട്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അർജൻറ്റീനയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൃത്യമായ സോഴ്സിൽ നിന്ന് ലഭിക്കുന്നത് TYC സ്പോർട്സിലാണ്. വർഷങ്ങളായിട്ട് റാഫ് ടോക്സ് TYC സ്പോർട്സിൽ നിന്ന് വാർത്തകളെടുത്ത് ഇവിടെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. ഇന്നും ഇന്നലെയുമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫുട്ബോളുമായി ബന്ധമില്ലാതെ മറ്റെന്തെങ്കിലും താല്പര്യത്തിൽ വന്ന് കമൻ്റ് ഇടുന്നവനെ ഇട്ടിട്ട് അങ്ങ് പോകാം. അല്ലാതെ കളി കൃത്യമായിട്ട് നോക്കുകയും അർജൻറ്റീൻ വാർത്തകൾ നോക്കാനൊക്കെ ഇരിക്കുന്നവർക്ക് അറിയാം TYC സ്പോർട്സ് എന്താണെന്ന്. അതുകൊണ്ട് മറ്റു ലക്ഷ്യത്തിൽ വരുന്നവർ ആ പണി അങ്ങ് തുടരുക. ഏതായാലും കളിയിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. അതിൽ കൃത്യമായിട്ട് പറയുന്നു, ഇതാ ഗുഡ് ന്യൂസ് ഫോർ സ്കലോനി ഫ്രം ഇംഗ്ലണ്ട്. ക്യൂട്ടി റൊമേറോ വെരി ക്ലോസ് ടു പ്ലേയിങ് അഗെയിൻ. സോ ക്യൂട്ടി റൊമേറോ ഇതാ മടങ്ങി വരികയാണ്. അതിന് തൊട്ടരികിലാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പം അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരുന്നു. മാച്ചിൻ്റെ 8 പ്രീമിയർ ലീഗിലെ മാച്ചിൻ്റെ 8 പരിക്ക് പറ്റിയിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം തിരികെ വരുന്നു എന്ന് പറയുന്നത് ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ കോച്ച് തോമസ് ഫ്രാങ്കാണ്. ഹീസ് മേക്കിംഗ് ഗുഡ് പ്രോഗ്രസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ആസ്റ്റൺ വില്ലയ്ക്കെതിരെയുള്ള മത്സരത്തിനിടക്കാണ് അദ്ദേഹത്തിന് മസിൽ ഇഞ്ചുറി പറ്റിപ്പോയത്. ദെൻ ഇഞ്ചുറി ഒക്കേർഡ് ഡ്യൂറിങ് ദി വാമപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ആ മത്സരത്തിൽ കളിക്കാൻ പറ്റാതെയായി. പക്ഷേ ഇപ്പോൾ സ്പേഴ്സ് മാനേജർ തോമസ് ഫ്രാങ്ക് പറയുന്നത് അർജൻറ്റീന പ്ലെയർ നല്ല രൂപത്തിൽ പരിക്കിൽ നിന്ന് മുക്തനായി പ്രോഗ്രസ് ചെയ്തു വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലയണൽ സ്കലോനി അർജൻറ്റീൻ ദേശീയ ടീമിനെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും നവംബറിലെ മത്സരത്തിനായി. ഇപ്പോൾ മത്സരങ്ങളില്ല, മത്സരമേ ഉള്ളൂ നവംബറിൽ. നേരത്തെ 2 കളികൾ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അങ്കോളയ്ക്കെതിരെ അങ്കോളയിൽ പോയിട്ട് ഒറ്റക്കളി മാത്രമാണ് നവംബറിൽ കളിക്കുന്നത്. ആ കളിക്കുള്ള സ്ക്വാഡ് വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. അപ്പോൾ ആ സ്ക്വാഡിലേക്ക് ക്യൂട്ടി റൊമേറോ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പരിക്ക് മാറിയപ്പോഴേക്കും അദ്ദേഹം ഫിറ്റാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ കോച്ച് പറഞ്ഞത്, അതായത് ടോട്ടനാമിൻ്റെ കോച്ച് പറഞ്ഞത്, കൃത്യമായിട്ടൊരു ടൈം ഫ്രെയിം എനിക്ക് ക്യൂട്ടിയുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല, പക്ഷേ അധിക നാൾ അദ്ദേഹം പുറത്തിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, ഉടൻ തന്നെ തിരികെ എത്തും എന്നാണ് ഇപ്പോൾ ടോട്ടനാമിൻ്റെ കോച്ച് പറയുന്നത്. എന്നാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ വീക്കെൻഡിൽ, അതായത് നാളെ എവേർട്ടനുമായിട്ട് ടോട്ടനാമിന് കളിയുണ്ട്. ആ കളി കളിക്കാൻ ക്യൂട്ടി റൊമേറോയ്ക്ക് കഴിയില്ല. പക്ഷേ അതിന് ശേഷമുള്ള മത്സരം മാച്ചിൻ്റെ 10 ചെൽസിക്കെതിരെ കളിക്കുമ്പോൾ ക്യൂട്ടി റൊമേറോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൂടി TYC സ്പോർട്സ് പറയുന്നു. പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, ക്യൂട്ടി റൊമേറോ ഒരു ഇഞ്ചുറി പ്രോണായിട്ടുള്ള കളിക്കാരനാണ്. പലവട്ടം അദ്ദേഹത്തിന് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ടോട്ടനാമിലേക്ക് എത്തിയതിന് ശേഷം തന്നെ 10ലധികം തവണ അദ്ദേഹത്തിന് പരിക്കേറ്റ് പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിലാകെ 64 മത്സരങ്ങളാണ് പരിക്ക് മൂലം അദ്ദേഹത്തിന് നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന് പരിക്കിൽ നിന്ന് പൂർണ്ണമുക്തി നേടുക എന്നുള്ളത്. ഏതായാലും വരും ദിനങ്ങളിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങുമെന്നും അർജൻറ്റീനയുടെ സ്ക്വാഡിലേക്ക് അടുത്ത നവംബർ മത്സരത്തിന് അദ്ദേഹം ഉണ്ടാകുമെന്നുമാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.